പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ന്യൂയോർക്കിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ 6:30 സമയമാണ്. രാവിലെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഞാനും മീര മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. ഭയങ്കര മഴയാണ്. പിള്ളേർ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ബ്രിഡ്ജ് അവിടെ വന്നിട്ട് അവർക്ക് കാണാനും മാത്രം ഒന്നുമില്ല. നമ്മൾ ഈ മഴയത്ത് ട്രാവൽ നല്ല പാടാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് എടുത്ത ടോപ്പാണ്. ടോപ്പൊക്കെ ഇവിടെ വന്ന് സ്കേർട്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. പക്ഷേങ്കിൽ എന്തൊക്കെ നമ്മളിട്ടാലും നമ്മളിതിൻ്റെ പുറത്ത് കോട്ടും അതിൻ്റെ പുറത്ത് എന്നാ പറയുന്ന കുടയൊക്കെ പിടിച്ച് ഭയങ്കര പാടാണ് കേട്ടോ ട്രാവൽ. മഴയത്ത് അറിയാമല്ലോ, മഴയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ നടന്ന് കാണാനും ഒക്കെ നമ്മുടെ ഹെയറും എല്ലാം പോകും. പക്ഷെ എന്നാലും ഇത്ര വരെ വന്ന സ്ഥിതിക്ക് നമ്മളുടെ കൽഹോനഹോ ആ പാട്ട് ഷൂട്ട് ചെയ്ത നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ മീര പറഞ്ഞു ഞാൻ വരാൻ ചേച്ചി, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. പറഞ്ഞു ഞാൻ വരത്തില്ല ഈ മഴയത്ത് ബ്രിഡ്ജ് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ ഇറങ്ങാനായിട്ട് റെഡി ആവുകയാണേ. അപ്പോൾ നമ്മൾ ഊബർ അവിടെ വെള്ളിയിറങ്ങിയിട്ട് ബുക്ക് ചെയ്ത് 2 മിനിറ്റുള്ള ഊബർ വരും. ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ ടെസ്ലയും അങ്ങനെ വലിയ കാറുകളൊക്കെയാണ് കേട്ടോ ഊബറായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ കൊട നമ്മുടെ എന്താ പറയുന്നത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ തന്നെ ജസ്റ്റ് വന്ന് അവിടെ നിന്ന് കയറി പിന്നെ അവിടെ നമുക്ക് ബാക്കി ഗൂഗിൾ മാപ്പ് ഇട്ട് നമുക്ക് പോകണം. ഇതിനെപ്പറ്റി നമുക്ക് വലിയ വിവരമൊന്നുമില്ല എവിടെയാണ്. നമ്മൾ രണ്ടുപേരും പുതിയ സിറ്റിയല്ലേ. മീര വന്നിട്ടുണ്ട് 2-3 പ്രാവശ്യം. എങ്കിലും നമ്മൾ കുറേ അങ്ങനെ നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള സിറ്റി അല്ലല്ലോ ഇവിടുത്തെ ഊബറിനെ എന്താണെന്ന്. അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. വെളുപ്പിനെ തന്നെ ഇറങ്ങാമെന്ന് വെച്ചു. രാവിലെ ആകുമ്പം റഷ് കാണത്തില്ല, അല്ലെങ്കിൽ മഴയായതുകൊണ്ട് റഷ് കാണത്തില്ല. പക്ഷേ നമ്മളെപ്പോലെ ഇന്ത്യൻസ് കുറേ ആ ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഇന്ത്യൻസ് എനിക്കറിയാം ഉറപ്പായിട്ടും 100% വന്ന ആൾക്കാരൊക്കെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാതെ പോകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ പറഞ്ഞില്ലേ കരൺ ജോഹർ നമ്മളെ ആ ഒരു ലെവലിലോട്ട് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ മിസ് ചെയ്യും. ഇതൊക്കെ ബ്രൂക്ലിൻ ബ്രിഡ്ജൊക്കെ കാണാതെ പോയാൽ പിന്നെ നമുക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് ന്യൂയോർക്കിൽ വരുന്ന ഒരു ഇന്ത്യനും ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാതെയും അവിടെ ഒന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാതെയും പോകത്തില്ല എന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ നമ്മുടെ കുറേ സീൻസ് ഉണ്ട് കേട്ടോ. ആ കൽഹോനാവോ അതിനകത്ത് നമ്മളൊരു ബുള്ളിനെയൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അതൊക്കെ ആ മൂവിക്കകത്തുണ്ട്. അതുപോലെ നമ്മുടെ വേറെ ഏത് പിക്ചറായിരുന്നു ഞാൻ പറയാം, കബി അൽവിദാനൊക്കെ അത് ഫുൾ മാൻഹട്ടനാണ്. ആ ബ്രിഡ്ജും ആ ബ്ലൂ ബ്രിഡ്ജും അതൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മളങ്ങനെ വെള്ളിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങി നമുക്ക് പ്രഡിക്ഷൻ നമുക്കറിയാമല്ലോ കറക്റ്റാണ്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും ആ ഹെവി റെയിൻ ഇല്ല, പതുക്കെ ചെറുതായിട്ടാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് പോലും നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഒത്തിരി ഈ ഫുഡ് ട്രക്സ് ഇങ്ങനെ നിൽപ്പുണ്ട് അവിടെയെല്ലാം. ഞാൻ പറയുന്നത് കണ്ടോ, യെല്ലോ ക്യാബ്സ് എല്ലാം ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമുള്ളതാണ് കേട്ടോ. നമ്മളത് ഊബർ അല്ല കേട്ടോ, അത് ക്യാബ് വേറെയാണ്. നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഊബറാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ കാറൊക്കെ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാറ് വന്നു. ഇനി കുറച്ച് നമ്മൾ അവിടുന്ന് ഓടി ഞങ്ങൾ മഴ ഫ്രണ്ടിൽ തന്നെ കയറിയാൽ മതിയല്ലോ. അങ്ങനെ ജസ്റ്റ് കയറി. അപ്പോൾ ഞാനോർത്ത് ഈ വിൻഡോ സൈഡിൽ ചെയ്ത് ക്ലാസ്സിൽ കൂടെ നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ ഈ നമ്മളിങ്ങനെ മഴ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നതുകൊണ്ട് കണ്ടില്ല വീഡിയോസ് ഒന്നും ക്ലിയർ ആവത്തില്ല കേട്ടോ. അതും എനിക്കൊരു വിഷമമായിരുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന വഴിയൊക്കെ നമുക്ക് നന്നായിട്ട് എടുക്കാമായിരുന്നു. ഇങ്ങനെ ഇതൊരു ക്ലിയർ ആവാത്ത കാരണേ. പിന്നെ ലൈറ്റിൻ്റെ ഇഷ്യൂവും വരും. നമ്മൾ നല്ല സണ്ണി ഡേയിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ലതായിട്ട് വരത്തില്ല. ഇതിപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കും. അപ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോ ഷൂട്ട് എടുക്കുന്ന ഒരു സ്ഥലം കണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഇവിടെ അങ്ങനെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ട് കേട്ടോ ആദ്യമായിട്ട്. നമുക്കതിപ്പോൾ മുകളിൽ നിന്നാണ് കാണുന്നത്. ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ തപ്പിപ്പിടിച്ച് പോകണം. അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോഷൂട്ട് എല്ലാവരും ഫോട്ടോഷൂട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, ഡംപ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോലെ ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. ഇന്ത്യൻസും വേറെ കൺട്രീസിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. മഴയാണെങ്കിലും എല്ലാവരും കുറച്ച് നേരം കുട മാറ്റി നിർത്തിയിട്ടും അല്ലെങ്കിൽ കുട പിടിച്ചുകൊണ്ടും ഒക്കെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഒരു മെമ്മറി അല്ലേ, നമുക്കത് വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾ ആ ക്യാബ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടുന്ന് ഇടയ്ക്ക് നടന്നങ്ങ് പോയാൽ മതി. നടന്ന് പോകുമ്പോൾ അതിൻ്റെ എൻട്രൻസ് ഉണ്ട്, അവിടുത്തെ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ഉണ്ട്. നമ്മൾ ആ നടന്ന് പോകുന്ന പാത്തുമൊക്കെ കിട്ടും, അതിലേ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് തപ്പി ഗൂഗിൾ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ നടന്ന് പോകുമ്പോൾ അതിന് എൻട്രി വേ തപ്പി കറക്റ്റ് സ്ഥലമൊക്കെ എടുത്തത്. പക്ഷെ എന്നാലും ഇങ്ങനെ എടുത്ത് പിന്നെ ആദ്യം നമ്മൾ ചെന്നത് ഞാൻ പറഞ്ഞില്ലേ ഡംബോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ചെന്നത്. അവിടെ നമ്മളിങ്ങനെ തിരിച്ച് നടന്നിട്ട് പിന്നെയാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അപ്പോൾ ബ്രിഡ്ജ് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണാം. പക്ഷേ അതിൻ്റെ എൻട്രൻസിൽ നമ്മൾ കയറി പോകുന്ന എൻട്രൻസ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഞങ്ങൾ 2-3 വഴിയിലുള്ള ആൾക്കാർ അവരെ ചോദിച്ചു. അവരും പറഞ്ഞു ഞങ്ങളും സെർച്ച് ചെയ്യണം. അതായത് ഇന്ത്യൻസ് തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഇത് സെർച്ച് ചെയ്തുകൊണ്ട് പോവുകയാണ്, ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ആ സ്ട്രീറ്റൊക്കെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ എൻട്രൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്ന് നല്ല ഫോട്ടോസ് കിട്ടും, നല്ല വ്യൂ ബ്രിഡ്ജിൻ്റെയും അവിടെ അങ്ങനെ കുറേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ
ഒത്തിരി ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഡംബോ എന്ന് പറഞ്ഞിട്ടാണ്. നല്ല അതിൻ്റെ ഓപ്പോസിറ്റ് കോഫി ഷോപ്സും ഒരു നല്ലൊരു രസമാണ് കേട്ടോ. ഇതൊക്കെ മഴയില്ലായിരുന്നെങ്കിൽ ഡബിളായിട്ട് രസമായിരുന്നു. ഇപ്പോഴും രസമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല രസം തന്നെയാണ്. പക്ഷെ നമുക്ക് മഴ കൊണ്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, അറിയാമല്ലോ. നമ്മൾ ഈ കൊടയും ബാഗും ഫോൺ കയ്യിൽ പിടിച്ചും നല്ല ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. കണ്ടോ, എല്ലാവരും വെയിറ്റ് ചെയ്തും അങ്ങനെ മാറി നിന്നും ഒക്കെ ഫോട്ടോ എടുക്കുകയാണ് റോഡിൻ്റെ നടുക്ക് നിന്നും. അപ്പോൾ ഞാൻ ഓർക്കാം, ഇതിപ്പോൾ ഒരു സണ്ണി ഡേ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്തതന്നെ. എന്നിട്ടും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. ലൈറ്റ് കുറവാണ്, എന്നാലും നല്ല ഫോട്ടോസ് തന്നെ കിട്ടി. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ച് നടന്നു. അവിടെ തിരിച്ച് നടന്ന് നമ്മൾ 2-3 ആൾക്കാരോട് ചോദിക്കുകയും കൂടി. നമ്മൾ മാപ്പ് അനുസരിച്ച് ഇങ്ങനെ പോകുന്ന കറക്റ്റ് വഴിയാണ്, പക്ഷേ എൻട്രൻസ് കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ ഒരു ലേഡിയെ കണ്ടു. അവരൊരു ഡോഗിനെയും കൊണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവരെല്ലാവരും എത്ര മഴയാണോ വെയിലാണോ എന്താണോ അവരിങ്ങനെ ഡോഗ്സിനെ കൊണ്ടും അവരുടെ അല്ലാതെ വോക്കും റണ്ണും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ലേഡിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഈ വന്ന വഴി തന്നെയാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ എൻട്രൻസ്. പക്ഷേങ്കിൽ അവരിങ്ങനെ വലിയൊരു ബോർഡൊന്നും വെച്ചിട്ടില്ല, താഴെ റോഡിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും പറയുമ്പോൾ നമ്മൾ അതിൽ 2-3 പ്രാവശ്യം ക്രോസ് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് വേ ടു ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന്, താഴെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്യത്തില്ലോ, നമ്മൾ വലിയ ബോർഡല്ലേ കാണിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ വാക്കേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയാണ് എഴുതി വെച്ചിട്ട് അത് നോട്ട് ചെയ്യാഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ എൻട്രൻസ് കിട്ടിയത്. കണ്ടോ, നമ്മൾ ആ ബ്രിഡ്ജിലോട്ട് എൻട്രി ചെയ്യാൻ ഭയങ്കര മഴയെന്ന് വെച്ചാൽ നല്ല ഹെവി റെയിൻ ആയിപ്പോയി കേട്ടോ. നമ്മൾ കണ്ടോ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്നാലും നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫീലാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് വന്നത് കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ ഇതൊരു നിങ്ങൾ ഒരു ഹൈപ്പ് കൊടുക്കാൻ തോന്നുന്നത്, പക്ഷേ എനിക്കങ്ങനെ ഒരു ഫീൽ ആട്ടോ. നമുക്കതങ്ങ് കാണുമ്പോൾ നല്ലൊരു രസം തന്നെ തോന്നും കേട്ടോ. പിന്നെ ഞാൻ പിന്നെയും പറയുന്നത്, നല്ല ഹെവി റെയിനായിട്ട് വരുന്നത് നമ്മളിങ്ങനെ കുട ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്കിങ്ങനെ കണ്ടോ കാർസൊക്കെ പോകുന്നുണ്ട്, ട്രെയിൻ പോകുന്നു. ഇത് നമ്മൾ ഈ പാത്തിൽ കൂടെ നമുക്ക് സൈക്കിളും പോകാം, നമുക്ക് നടക്കുകയും ചെയ്യാം. വേറെ ഒന്നും പറ്റത്തില്ല. സൈക്കിൾ പോകാൻ തോന്നുന്നു. കണ്ടോ ആളൊക്കെ കുറേ കുറവാണ്. അല്ലെങ്കിൽ ഇന്ന് സൺഡേ മോർണിംഗ് ആണ്, ആൾക്കാരൊക്കെ കാണേണ്ടതാണ്. പക്ഷേങ്കിൽ ഈ മഴ കണ്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയം ഇന്നത്തെ ദിവസം ഫുൾ മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. കണ്ടോ ഓടുന്നവരൊക്കെ എത്ര മഴയാണെങ്കിലും ഓടുന്നുണ്ടോ. ഫിറ്റ്നസ്സിന് ഇവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അത് 2 കാറ്റഗറി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒന്നെങ്കിൽ നല്ല ഫിറ്റായിരിക്കും ആൾക്കാർ, അല്ലെങ്കിൽ ഒട്ടും ഫിറ്റ് അല്ലായിരിക്കും. ഈ 2 കാറ്റഗറിൻ്റെ മിഡിലുള്ളൊരു കാറ്റഗറി കാണാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കാണുന്നുണ്ട് അത് മാൻഹട്ടൻ ബ്രിഡ്ജാണ്, ഇതിപ്പുറത്ത് കാണുന്നത് ബ്രൂക്ലിൻ. അങ്ങനെ 2 ഹഡ്സൺ റിവറിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജസ് ആണ് ഇത് രണ്ടും. ഈ 2ആയിട്ടാണ് നമ്മൾ ഈ റിവറാണ് സിറ്റിയെ 2ആയിട്ട് തിരിക്കുന്നത്. ബ്രൂക്ലിനും അതായത് നമ്മുടെ ഹഡ്സൺ റിവറാണ് ബ്രൂക്ലിനും മാൻഹട്ടനും 2ആയിട്ട് തിരിക്കുന്നത്. അപ്പോൾ ആ അപ്പുറത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മാൻഹട്ടൻ ബ്രിഡ്ജാണ്, ബ്ലൂ ബ്രിഡ്ജ്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ നമുക്ക് വെയിലിലായിരുന്നു, അതിലേ കൂടെ ഞാൻ പോവായിരുന്നു. ഇതാണല്ലോ പിന്നെ നമ്മളിത് കേട്ട് ഇതിവിടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും നിന്നിങ്ങനെ കുറേ 2-3 ഇന്ത്യൻസിനൊക്കെ കണ്ടു കേട്ടോ. അവരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ആ കോട്ടൊന്ന് ഊരി അവിടെ വെച്ച് വെക്കാനും സ്ഥലമില്ല, ബ്രിഡ്ജല്ലേ, എങ്ങും വെക്കാനും സ്ഥലമില്ല. നമ്മൾ എന്ത് ചെയ്തു, കുട ഇങ്ങനെ മലത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കോട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എങ്ങനെയൊക്കെയോ നമ്മൾ എടുത്തു. ഏതായാലും ഇവിടം വരെ വരിക. പക്ഷേ ബ്രിഡ്ജിനകത്ത് കയറിയപ്പോൾ ഭയങ്കര മഴയാട്ടോ. കണ്ടോ, നമ്മുടെ നാട്ടിലെ ജൂൺ മാസം നമ്മൾ നടക്കത്തില്ലേ അതുപോലെ മഴയാട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങളുടെ ഇവിടെ കാരണം നമ്മൾ മുടിയെല്ലാം നനഞ്ഞ് എത്ര ഈ കുടയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ച കുടയാണ്, പിങ്ക് കുട, അതൊരു ഗുണമില്ലാത്ത കുട. അതിങ്ങനെ തിരിഞ്ഞ് പോകുമായിരുന്നേ. അങ്ങനെ മഴ ഇങ്ങനെ എരിച്ചിലടിക്കത്തില്ലേ മഴയുടെ, അതൊക്കെ അടിച്ചിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 8 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ നേരം കുറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തു. 8:30 ആയി കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ക്യാബ് പിടിച്ച് തിരിച്ച് പോയി. അപ്പോൾ നമ്മൾ കോഫി പോലും കുടിച്ചിട്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കോഫി ഷോപ്പിൽ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് ഉള്ള സമയത്ത് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്യാബ് വരുന്ന സ്ട്രീറ്റ് നമുക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും, അവിടെയാണോ ഇവിടെയാണോ, അതായത് ഏത് സൈഡിലോട്ട് വരും. നമ്മളങ്ങ് നടന്നു നോക്കുമ്പോൾ നമുക്ക് ഡയറക്ഷൻ മനസ്സിലാവും. അങ്ങനെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ട സന്തോഷത്തിലാണ് കേട്ടോ രാവിലെ. അങ്ങനെ ഏറ്റവും ഫസ്റ്റ് സൺഡേ രാവിലെ നമ്മൾ കണ്ടതാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. നിങ്ങൾ ആ പാട്ട് ഇപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്തല്ല, ഇപ്പോൾ അതൊന്ന് എടുത്ത് കണ്ടു നോക്കണം. അപ്പോൾ എന്നിട്ട് ഈ ബ്രിഡ്ജും കൂടെ കാണുമ്പോൾ എനിക്കുണ്ടായ ഫീൽ നിങ്ങൾക്ക് എങ്കിലും ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടോ രാവിലെ തന്നെ ഫുഡ് ട്രക്സ് ഒക്കെ നല്ല ഓപ്പൺ ആണ്. നല്ല കുറേ സംഗതികൾ, നമ്മുടെ ചുറോസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ഈ ഫുഡ് ട്രക്ക്. ഇത് ഇപ്പോഴല്ല, ഞങ്ങൾ വൈകുന്നേരം വാങ്ങിച്ചായിരുന്നു. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്തവർക്ക് ഇഷ്ടം പോലെ
സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റി തന്നെയാണ്. കാരണം പിന്നെ നമുക്ക് ഒത്തിരി പൈസയും സേവ് ചെയ്യാൻ പറ്റും. റെസ്റ്റോറൻറ്റിൽ കയറാതെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് മാത്രം കഴിച്ചാൽ കുറേ പൈസ സേവ് ചെയ്യാൻ കേട്ടോ. $2, $3 അങ്ങനെയൊക്കെ സാധനങ്ങൾ, ബർഗേഴ്സൊക്കെ കിട്ടും. നല്ല ഫില്ലിങ്ങുമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഒരു സമയം നമ്മൾ ഇത്രയും പേര് കയറിയാൽ എത്ര പൈസയാകും. അങ്ങനെ അതും സേവ് ചെയ്യേണ്ടവർക്കും പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ലതായിട്ട് എൻജോയ് ചെയ്യേണ്ടവർക്കും ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡ് ട്രക്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ആദ്യം ഓർത്ത് ഇതുപോലത്തെ പോഞ്ചോ എന്നാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനത്തെ റെയിൻ കോട്ട്സ് വാങ്ങിച്ചിട്ട് അതിട്ടുകൊണ്ട് പോയാലോ എന്ന്. അതാകുമ്പോൾ തലയിൽ കൂടെയൊക്കെ നമുക്ക് ഇടാമല്ലോ. പിന്നെ പക്ഷേ ഞങ്ങളങ്ങ് ചെയ്തില്ല. പിള്ളേർക്ക് റെയിൻ കോട്ട് വാങ്ങിക്കാമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട. അങ്ങനെ അത് വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത കാറ് വന്നു. കാറ് നോക്കിയപ്പോൾ ടെസ്ല. ഓക്കെ, എന്നാൽ പിന്നെ നമ്മളിവിടെ നിന്ന് നമുക്കിങ്ങനെ കിടക്കുന്ന ഒരു ബ്ലാക്ക് കാർ അവിടെ കിടപ്പുണ്ട്. സൈൻ ബോർഡ് എല്ലായിടത്തും ഉണ്ട്. ചിലത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഇത് വർക്ക് ചെയ്യാത്ത സൈൻ ബോർഡാണ്. ഇത് ഇങ്ങനെ തന്നെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു വൈറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ട്രാഫിക്, നല്ലതായിട്ട് മാനേഴ്സ് ഉള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ ആരാണോ ആദ്യം വന്ന് നിന്നത് അവർ തന്നെ ആദ്യം പോട്ടെ. അതായത് ഒരു റൗണ്ട് അബൌട്ടിലൊക്കെ വന്നല്ല, അതായത് എല്ലാവരും കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് തുടങ്ങത്തില്ല പോകാൻ. ആദ്യം ആരാണോ കാറ് സ്റ്റോപ്പ് ചെയ്ത് അവർ തന്നെ ആയിരിക്കും ആദ്യം വണ്ടി എടുത്ത് പോകുന്നത്. അങ്ങനെ കുറച്ച് മാനേഴ്സൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടെസ്ല വന്ന് കിടപ്പുണ്ട് നമുക്ക് വേണ്ടി. അപ്പം കുറച്ച് ഞങ്ങൾ വെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഡ്രൈവർ ഒരു കുറച്ച് റൂഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെറ്റാണ്, പക്ഷെ അതൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവർക്ക് വെറ്റായിട്ടിരിക്കുന്നത് ഭയങ്കര ദേഷ്യമാണല്ലോ. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, മഴയത്ത് കയറിയതല്ലേ. അങ്ങനെ ഞാൻ റൂമിൽ തിരിച്ചു വന്ന് മുടിയൊക്കെ ഫുൾ നനച്ചു. നമ്മുടെ എന്താ പറയുന്നത്, ഷൂ ഒക്കെ ഫുൾ നനഞ്ഞു കേട്ടോ. അതൊക്കെ ഞാൻ ഡ്രയർ ഷൂസിനകത്ത് കയറ്റി വെച്ചിട്ട് ഡ്രയർ വെച്ച് ഇതൊക്കെ ഉണക്കി എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നിൽക്കുക. ഞങ്ങൾ ഇപ്പോഴത്തെ ഫേമസ് ഒരു ബേക്കറി ഉണ്ട്, ലഫയത്ത് ബേക്കറി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. LAFAYATTE എന്നാണ്. ഒരു ഫ്രഞ്ച് ബേക്കറിയാണ്. ഭയങ്കര പോപ്പുലറായിട്ട് നല്ല റേറ്റിംഗ് ഉള്ളൊരു ബേക്കറിയാണ്. ഇത് കണ്ടോ, മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡൽഹിയിൽ പിന്നെ നമ്മുടെ കാൺപൂരൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്ഥലം കുറവുള്ള സ്ഥലത്ത് പാർക്കിങ്ങിന് ഇത് വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത ക്യാബ് വന്നു. അപ്പോഴത്തേന് ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇവരെല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മീൻസ് ബ്രഷൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ബേക്കറി. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ്. പക്ഷേങ്കിൽ മഴയല്ലേ, അതുകൊണ്ട് പുറത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല. അകത്ത് കയറിയപ്പോൾ എന്താണെന്ന് പറ്റിയത്, അതവർക്ക് നമുക്ക് 1 hour 30 minutes വെയിറ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ബുക്ക് ചെയ്യില്ല. 1 hour 30 minutes ഉണ്ടെങ്കിൽ നമുക്ക് സിറ്റിംഗ് കിട്ടത്തുള്ളൂ. അകത്ത് നല്ല സ്പേസുള്ള നല്ലൊരു ബേക്കറിയാണ് കേട്ടോ. പക്ഷെ അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് സിറ്റിംഗ് വേണ്ട, നമുക്ക് നിന്ന് കഴിക്കാവുന്ന ഏരിയ കിട്ടും കേട്ടോ. അവിടെ ഒരു ടേബിൾ കണ്ടോ, അവിടെ നിന്ന് കഴിക്കാം. പക്ഷേ നമുക്കതുപോലെ അകത്ത് ഉണ്ടോ ഇരുന്ന് കഴിക്കണമെങ്കിൽ 1 hour 30 minutes വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിള്ളേർക്കെല്ലാം വിശക്കുന്നതുകൊണ്ട് നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ക്രോസോ ഏത് നമ്മളോ ഓർഡർ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചിക്കൻ കറി ഫിൽഡ് ക്രോസോ എന്ന് പറയും. അതിനകത്ത് ചിക്കൻ്റെ ഗ്രേവി വെച്ചിട്ട്, പിന്നെ ഡോണറ്റ്സ് വാങ്ങിച്ചു, പിന്നെ ഒരു സിനമൺ റോൾ, നമ്മുടെ നാട്ടിലെ സ്വീറ്റ്ന ഇല്ലേ അതുപോലത്തെ അത് വാങ്ങിച്ചു, പിന്നെ വേറെ എന്തോ ഒരു സ്റ്റഫിംഗ് ഉള്ള ക്രോസോയും കൂടെ വാങ്ങിച്ചു എല്ലാവർക്കും. പിന്നെ ഡോണറ്റ്സും അങ്ങനെ എല്ലാം കൂടെ വാങ്ങിച്ചു. കോഫി വാങ്ങിച്ചു, ഹോട്ട് കോഫിയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഫ്രഞ്ച് ബേക്കറി അല്ലേ, നമ്മൾ ഏത് സാധനം മഫിൻസ് എന്ത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ബേക്കറി നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ, നല്ല റേറ്റിംഗ് ഉള്ളൊരു ബേക്കറിയാണ്. അത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ഞാനിപ്പം എല്ലാം അടിപൊളി എന്ന് പറയുന്ന പോലെ കേട്ടോ. ബേക്കറി സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, ബ്രെഡ്സും പബ്സും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു ഹെവനാണ് കേട്ടോ. ഇഷ്ടം പോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബേക്കറി കഴിക്കുക. എനിക്ക് അവിടുത്തെ സ്മെല്ല് തന്നെ കേട്ടിട്ട് നല്ല ഇഷ്ടത്തിന്. ഫ്രഞ്ച് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ്, നമുക്കത് ഇരിക്കുന്ന കണ്ടാൽ അറിയാം കേട്ടോ. പിന്നെ നമ്മൾ എത്ര വാങ്ങിക്കും, എത്ര നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഒരു 10 minute നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് ഇത് കണ്ടോ, ഇവിടെ നമ്മളതിനെ കണ്ടിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ കണ്ടോ പെറ്റ്സിനെ കൊണ്ട് ആൾക്കാർ വരുന്നുണ്ടോ. പെറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. റെസ്റ്റോറൻറ്റിലെ ബേക്കറിയാണ് ഇരിക്കുന്നത് കണ്ടോ, പെറ്റ്. അത് ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്താണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ പാക്കായി വന്നു. നമുക്ക് കൊണ്ടുവന്ന് ഓരോ ക്രോസോയും ഇവരുടെ പാക്കിങ്ങും അടിപൊളി, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല പ്ലാസ്റ്റിക്കാണ്. അപ്പം ഇപ്പം എല്ലാവർക്കും പക്ഷേ വേറെ വാങ്ങിച്ചു. പക്ഷേ എൻ്റെ സെലക്ഷനായിരുന്നു കേട്ടോ ഏറ്റവും ടോപ്പ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വന്നു. ഇത് നല്ല രസമുണ്ട്. ചിക്കൻ കറി
ഫിൽഡ് ക്രോസോ അതായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ബ്രെഡിൻ്റെ കൂടെ നമ്മൾ നല്ല സോഫ്റ്റ് ബ്രെഡും ചിക്കൻ കറിയും കഴിക്കുന്ന നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി അല്ലെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫോൺ വെക്കാനായിട്ട് അത്രയും സ്ഥലം ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും കൂടെ സാധനങ്ങൾ വെച്ചിരിക്കുകയല്ലായിരുന്നു, അതുകൊണ്ട് അത്ര ക്ലിയർ ആവുന്നില്ല അല്ലേ. അങ്ങനെ നല്ല കോഫിയും നല്ല ഇതുമായിരുന്നു. പിന്നെ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്തു കേട്ടോ. എന്നാലും നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് അറിയണമല്ലോ, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ടേസ്റ്റ് അറിയാമല്ലോ എന്ന് എല്ലാവരും വാങ്ങിച്ചത് നമ്മൾ വാങ്ങിച്ചു. ഇതൊരു ക്രോസോ നമ്മൾ മുഴുവൻ കഴിക്കുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാലും നമ്മളുടെ ആ വിശപ്പ് പോകത്തില്ല. 2-3 മണിക്കൂർ അത്രയ്ക്കും ഫില്ലിംഗ് ആയിരുന്നു. അങ്ങനെ അടിപൊളിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മോനും വന്നു, എല്ലാവരും വന്ന് ട്രൈ ചെയ്യുമായിരുന്നു, ഓരോരുത്തരും വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് മീരയുടെ സിനമൻ റോൾ മീര ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്വീറ്റിനേക്കാൾ നല്ല ടേസ്റ്റുള്ളൊരു സിനമൻ റോള്. അപ്പോൾ അത് ഞാൻ കഴിച്ചു. കൊണ്ട് ഇപ്പോൾ അതെനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ അത് ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കുന്നു. അത്രയ്ക്ക് രസമാണ് കേട്ടോ. ഏതായാലും വർത്ത് ഹൈപ്പാണ്. ഇതാണ് ആ സിനമൻ റോള്. അത് നല്ല ഇങ്ങനെ അതിനകത്ത് എന്താ സിനമണിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ പിസ്തയുടെ അതും കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ക്രീമും കൂടെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഗോപു എന്താണ് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഗോപുവും എന്തോ ഒരു ബണ്ണിൻ്റെ ടേസ്റ്റിലുള്ള എന്തോ ആയിരുന്നു കഴിക്കുന്നത്. എല്ലാവരുടെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കോഫി, ഞങ്ങൾ 3 പേരും കോഫി വാങ്ങിച്ചു കേട്ടോ. ഞാൻ ക്ലാസിക് കഫേ ലാത്തെ എന്ന് പറഞ്ഞിട്ട്, കഫേ ലാത്തെ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ LAIT ലേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിൽ മിൽക്ക് എന്നർത്ഥം. അപ്പം നമ്മൾ കഫേ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നോയർന്ന്. അപ്പം നമ്മൾ ഫ്രഞ്ച് എനിക്കറിയാവുന്ന ഞാൻ എല്ലാത്തിനും അവരോട് പറഞ്ഞു ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ ആയിരിക്കും, നമുക്ക് മനസ്സിലാവും കേട്ടോ. ചിക്കൻ പുലേ എന്ന് പറയും ചിക്കന് വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ. കോഫി നല്ലതായിരുന്നു, ഫുഡ് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഏതായാലും മഴ ഇപ്പം കണ്ടോ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടേ മഴ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊന്ന് നടന്നു പോയിട്ട് നമുക്ക് ഫസ്റ്റ് അവിടെ പോകാമെന്ന് വെച്ചിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജോൺ ക്രൂവിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഗോപുവിനൊരു ഷർട്ട് നോക്കണം എന്ന് പറഞ്ഞ് അവിടെ കയറി അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. പക്ഷേ അപ്പോൾ മഴയില്ലാത്ത സമയത്ത് നമ്മൾ അതിനകത്തായി കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒത്തിരി നേരം എടുത്ത ഷർട്ട്സ് മാത്രം നോക്കണമായിരുന്നു. നല്ല കമ്പനി ജോൺ ക്രൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഓർത്തു ആ സമയത്ത് നമ്മളവിടെ കയറണ്ടായിരുന്നു, കാരണം മഴയില്ലാത്തൊരു സമയമായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴും കുറച്ച് ജസ്റ്റ് ഡ്രിസ്ലിംഗ് ഉള്ളു കേട്ടോ. ഞാൻ ചെറുതായിട്ട് കുട പിടിച്ചിട്ടുണ്ട്, ഇവരെല്ലാം കുടയൊക്കെ മടക്കി വെച്ചിട്ട് നടക്കുകയാണ്. അപ്പം നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. നമ്മൾ ന്യൂയോർക്കിൽ ചെന്നിട്ട് നമുക്ക് ഏറ്റവും വിഷമം വരുന്ന ഒരു സ്ഥലമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ട് ശരിക്കും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഭയങ്കര ഗ്ലൂമി ആയിട്ട് തോന്നും അല്ലേ. നമ്മുടെ 2001 9/11 അല്ലേ. എൻ്റെ അമ്മ, എനിക്ക് സെപ്റ്റംബറിൽ 11th ആ സംഭവം ഓർക്കാൻ പറ്റത്തില്ലേ. അതിൻ്റെ ഈ ടൈം ലൈൻ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 8:45 ഫ്ലൈറ്റ്. അത് ന്യൂവാർക്ക് എന്ന് പറഞ്ഞ് ഞാൻ ന്യൂവാർക്ക് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്ന്, ന്യൂജേഴ്സിയിലൊരു എയർപോർട്ടാണ്, അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് 8:42 അവിടെ നിന്ന് എടുക്കുമ്പോൾ അത് ഡിലേ ആയിരുന്നു ട്രാഫിക് കൊണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അത് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് പോകുന്ന ഫ്ലൈറ്റായിരുന്നു. അതിനകത്ത് 33 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, 7 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് 4 ഹൈജാക്കേഴ്സ് ആയിരുന്നു ഓൺ ബോർഡ്. അത് അവർ 8:42 അവിടെ നിന്ന് എടുത്തു, അതായത് ന്യൂയോർക്കിൽ നിന്ന് എടുത്തു. 8:46 അത് രാവിലെ 8:46 ക്രാഷ് ചെയ്തത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നോർത്ത് ടവറിലോട്ട്. ആ ബോർഡിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം മരിച്ചു. പിന്നെ എന്താ പറയുന്നത്, ബാക്കി എത്ര എംപ്ലോയീസും എല്ലാവരും കുറേ പേര് ട്രാപ്പായി കിടന്നു 9th ഫ്ലോറിൽ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സബ്വേ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഊബർ എടുക്കാതെ സബ്വേ എടുത്ത് നോക്കാമെന്ന് വെച്ചു. പക്ഷേ നമ്മുടെ അവിടുത്തെ മെട്രോ നല്ലതാണെങ്കിൽ അതിനകത്ത് കുറേ നമുക്കൊരു സേഫ്റ്റി കുറവ് പോലെ തോന്നും കേട്ടോ. അതായത് ഒത്തിരി ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരും ഒത്തിരി അത്ര ഒരു ഭയങ്കര അത്ര രസമായിട്ട് തോന്നില്ല. ഞങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം മാത്രമേ മെട്രോ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആർക്കും ആ എക്സ്പീരിയൻസ് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഊബർ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോയത്. കണ്ടോ ആൾ നിൽക്കുന്നത് കണ്ടോ. ഒത്തിരി ഈ നമ്മളുടെ ഡ്രഗ്സൊക്കെ എടുക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് ഇവിടെ. അതൊക്കെ ലീഗലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. മെട്രോ നമ്മൾ തന്നെയൊക്കെ പോകുമ്പോൾ മെട്രോ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആയാലും നമ്മൾ യൂബർ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലത്. കണ്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച കുടയാണ് ഐ ലവ് ന്യൂയോർക്ക് എന്ന് എഴുതിയ കുട. അത് കാണാനുള്ള ഭംഗിയല്ലാതെ അത് 2 കഷ്ണമായിപ്പോയി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും 2 നിങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇതിപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ നമ്മളിങ്ങനെ പോകുമ്പം നമ്മളത് കാണാനാണല്ലോ പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മളതിനെപ്പറ്റി ഇങ്ങനെ നോക്കത്തില്ലേ. അപ്പം നമുക്കൊരു
ഇത് ബ്രോഡ്വേ കൂടെ ഇങ്ങനെ നടന്ന് അപ്പോൾ പിന്നെയും മഴ തുടങ്ങി കേട്ടോ. മഴ നമ്മൾ എവിടെയെങ്കിലും മെയിനായിട്ടുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ മഴ തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മൾ മഴയത്താണെങ്കിലും നമുക്ക് സിറ്റി വാക്ക് ഇഷ്ടമുള്ള ആൾക്കാരില്ലേ ഈ സൈഡിൽ കൂടെ. എനിക്ക് പിന്നെ അതുപോലെ തന്നെ സിറ്റി സൈഡിൽ നമ്മൾ ഷിക്കാഗോ പോയപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് വെളിയിലിരുന്ന് കഴിക്കാൻ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ല ഇതുവരെ. ഷിക്കാഗോയ്ക്ക് പോകുമ്പോൾ വേണം. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള വെതറാണെങ്കിൽ നമുക്ക് വെളിയിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ഇവിടെ ബിസ്ക്കറ്റ് ആൻഡ് കറി അത് കഴിക്കണം എന്നുണ്ട്, ബിസ്ക്കറ്റ് ആൻഡ് ഗ്രേവി അത് കഴിക്കണം എന്നുണ്ട് എനിക്ക്. അത് കഴിച്ചില്ല, അത് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലെന്ന്, കാരണം ഒരു രസമുണ്ട് കേട്ടോ, ഒരു വൈബല്ലേ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ. പിന്നെ എല്ലാവരും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചൊന്നും പോകാൻ പറ്റില്ല, കാരണം എല്ലാവരുടെയും കുടയല്ലേ. അതുകൊണ്ട് പുറകിൽ ഇങ്ങനെ പോകും കേട്ടോ. നല്ല ഗൂഗിൾ നമ്മുടെ നാവിഗേറ്ററാണ്, ഗൂഗിളൊക്കെ ഇട്ടങ്ങ് പോവുകയാണേ. അപ്പോൾ നമ്മൾ ബ്രോഡ്വേന്ന് അവിടെ ഇറങ്ങിയിട്ട് ഏതോ സ്ട്രീറ്റ് എല്ലാം നമ്മൾ ഇംഗ്ലീഷിനകത്ത് ശ്രീദേവി പറയുന്നത് എല്ലാ സ്ട്രീറ്റാണല്ലോ, 44 വേൾഡ് സ്ട്രീറ്റ്, 5th അവന്യൂ എല്ലാം സ്ട്രീറ്റാണല്ലോ എഴുതിയേക്കുന്നത്. അതിനകത്ത് നമ്മൾ മാപ്പ് ഇട്ട് നമ്മളങ്ങ് പോകുകയെന്നേ ഉള്ളൂ കേട്ടോ. കുറേയൊക്കെ ചിലതൊക്കെ കൺഫ്യൂസിങ്ങുമാണ്. ചിലയിടത്തൊക്കെ ഞാൻ പറയാം ലൂയി വിട്ടോണ്ട് നമ്മൾ ഷോറൂം ചെയ്തപ്പോൾ 2 ഷോറൂമുണ്ട്. ഒരു ഷോറൂം വലിയ ഷോറൂമിലല്ല ഞങ്ങൾ ചെന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ തപ്പിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ ബാഗുള്ളത് കാണുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. നമുക്ക് കുറേ ഫസ്റ്റ് ടൈം നമ്മൾ ആ സിറ്റി ചെല്ലുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ ചിലപ്പം പാട് വരും. ഗൂഗിൾ വൈസ് നമ്മൾ അറൈവ്ഡ് എന്ന് കാണിക്കും, പക്ഷെ നമ്മൾ അവിടെ ഇവിടെ നോക്കുമ്പോൾ സ്ഥലം കാണത്തില്ല. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അങ്ങോട്ടുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിലോട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അവിടെ ഇങ്ങനെ നമ്മൾ കുറേ സ്ഥലമുണ്ട്, നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരിക്കുന്ന സ്ഥലം പുതുതായിട്ടുണ്ടാക്കിയതാണ്. അത് നമ്മൾ 2001 മീൻസ് പ്ലെയിൻ ഇടിച്ച് കളഞ്ഞ അവിടെ അവരവിടെ അത് മെമ്മോറിയലായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തിട്ടാണ് ഇപ്പോഴത്തെ പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ. അതിനകത്ത് നമുക്ക് കുറേ ഷോപ്പിംഗ് ചെയ്യാം, കുറേ നടക്കാം, കുറേ സംഗതികളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ മരിച്ചവരുടെ എല്ലാം പേരിങ്ങനെ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ അറ്റാക്കിൽ മരിച്ചവരുടെ എല്ലാം. അപ്പോൾ ഇതുപോലെ 2 ഫ്ലൈറ്റ് ആണല്ലോ, ഒന്ന് നമ്മൾ വാഷിങ്ടണിലോട്ടും പോയി, ഒന്ന് ഇങ്ങോട്ട് വന്ന് ഈ നോർത്ത് ടവറിലാണല്ലോ ആദ്യം ഇടിച്ചത്. അത് 8:45 എന്നുള്ള സമയം. ആ ടൈം ലൈൻ വാങ്ങിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. നമ്മൾ പറയത്തില്ല നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു സാഡ് ഫീലിംഗ് ഉണ്ടായത്. ന്യൂയോർക്കിൽ വന്നിട്ട് എനിക്ക് ആകെപ്പാടെ ഒരു സാഡ് ഫീലിംഗ് ഉണ്ടായത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ. കണ്ടോ, അതിങ്ങനെ ചുറ്റും വലിയൊരു ഫൗണ്ടൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ, അവിടെയാണ് ആദ്യത്തെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരുന്നത്. അപ്പോൾ എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ പറയുന്നത് ഇന്ത്യൻ പേരുകളൊക്കെ കാണുന്നുണ്ട്, പ്രേംനാഥ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ അവിടെ കുറേ നേരം നിൽക്കുമ്പോൾ നമുക്കങ്ങൊരു ഭയങ്കര സാഡ്നെസ് തന്നെ വരും കേട്ടോ. ഒത്തിരി എല്ലാവർക്കും, ഈവൻ പിള്ളേർക്ക് പോലും ഇവരൊക്കെ മരിച്ചതാണോ എന്നൊക്കെ കേട്ടിട്ട് അവർക്കൊക്കെ ഒരു സാഡ് ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ മൂഡ് ഒന്നാമത് ഈ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേനെ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം നമ്മൾ പറയത്തില്ല മൗനമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്തോട്ട്, ഇപ്പോഴത്തെ വേൾഡ് ട്രേഡ് സെൻറ്റർ അകത്തോട്ട് കയറിപ്പോൾ മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ഒരു 3 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. ഈ ക്രാഷായ പ്ലെയിൻസിൻ്റെയൊക്കെ നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ കയറിയില്ല കേട്ടോ, പിന്നെ സമയം നമുക്കത്ര ഇല്ലല്ലോ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ മ്യൂസിയത്തിനകത്ത് കയറില്ല. ഒരു 3 hours എങ്കിലും എടുക്കും അതെല്ലാം കണ്ടുവരണമെങ്കിൽ. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ആ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഷോപ്പിംഗ് സെൻറ്ററിനകത്തോട്ട് കയറി. അങ്ങനെ കുറച്ച് നേരം അതിലെ നടന്ന് ഈ കുട്ടികൾ എന്തൊക്കെയോ വാങ്ങിച്ചു. ഞാനൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ അതിലെ കൂടെ നടന്ന് കഴിഞ്ഞ് വന്ന് കുറേ ആയപ്പോഴത്തേനും അപ്പം നമുക്ക് പതുക്കെ നമ്മുടെ ബേക്കറിയിലെ ബണ്ണും അതൊക്കെ തീർന്ന് തോന്നുന്നു. നമുക്ക് പിന്നെയും വിശപ്പിൻ്റെ വിളി പോലെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അപ്പം കണ്ടു ഇപ്പം ഡ്രിസ്ലിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. എത്ര ഡ്രിസ്ലിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം മഴ നിന്നിട്ടേ ഇല്ല. അതായത് അന്ന് ഫുൾ ഡേ രാവിലെ തൊട്ട് മഴ, കുറച്ച് നേരം ഡ്രിസ്ലിങ് ആയിരിക്കും, കുറച്ച് നേരം ഹെവി റെയിൻ ആയിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തല്ല, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് വെളിയിലിറങ്ങത്തില്ല, മഴയല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മളവിടെ ചെന്നു, നമ്മളിത് ഹോട്ടൽ ബുക്ക് ചെയ്തു, നമ്മളിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ചെന്നില്ല, നമുക്കെല്ലാം ആ സമയം നമ്മുടെ വേസ്റ്റ് അല്ലേ, നമ്മുടെ ഒരു ദിവസം വേസ്റ്റ് ആവത്തില്ല. അതുകൊണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ അങ്ങ് ഇറങ്ങിയത്. അങ്ങനെ അതായിരുന്നു ഇങ്ങനത്തെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. വേൾഡ് ട്രേഡ് സെൻറ്റർ കണ്ടു, പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ടു. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ലതായിട്ടൊരു ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ കയറി ഹോട്ട് പോട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി. അതിന് ഞാൻ വീഡിയോ അടുത്ത വ്ളോഗിനകത്തിടാം. ഇത് 2 ദിവസം കൂടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു, 2 വീഡിയോയും കൂടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു ന്യൂയോർക്കിൻ്റെ. കാരണം ഒത്തിരി ഉണ്ട് കേട്ടോ ഇങ്ങനെ. മീൻസ് എന്നിട്ട് ഞാൻ കുറേ എഡിറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് മെമ്മറി ആയിട്ട് വെക്കണം തോന്നുന്നതെല്ലാം ഞാനങ്ങ്
അതായത് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുന്ന അതൊക്കെ അടുത്തതിനകത്തിടാമെന്ന് വെച്ചു. അങ്ങനെ നല്ല രസമായിരുന്നു. മഴയാണെങ്കിലും നല്ല ഉച്ച വരെ നല്ല, ഇന്ന് അത് സൺഡേ ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടൈം സ്ക്വയറിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ചെറുതായിട്ടൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളങ്ങ് കഴിക്കാൻ പോകുമായിരുന്നു കേട്ടോ. അത്രയായിരുന്നു. അപ്പം എനിക്കിപ്പം 521 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോ ബൈ ചാൻസ് കാണാനിടയായാൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ സെറ്റിലായിട്ടുള്ള ഒരു മലയാളിയാണ്. ബേസിക്കലി ഞാനൊരു കോട്ടയംകാരിയാണ്. ഇപ്പം ഞാനിവിടെ വെക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. 2-3 മാസം നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്ളോഗ്സാണ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ നമുക്ക് അമേരിക്കയിലെ ഒരു ഹോം ടൂറും ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫാണല്ലോ. പിന്നെ ഞാൻ കറങ്ങാൻ പോകുന്ന സ്ഥലങ്ങളും ഒക്കെ കഴിയുന്നിടത്തോളം ഒക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇത് ആ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. അപ്പം ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് കണ്ടോ, ഇതൊരു സിമെട്രിയാണ്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അത് വെച്ചിരിക്കുന്നതെന്നൊക്കെ ഞാനത് ഈ വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര രസമുണ്ട്. ഒരു ചർച്ചിൻ്റെ സൈഡിലാണ് അവിടുത്തെ സിമെട്രി. അടിപൊളി. എന്തൊരു ഭയങ്കര രസമായിട്ട് കേട്ടോ വെച്ചിരിക്കുന്നു. അതപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സല്ല, നമ്മൾക്ക് ഇങ്ങനെ സിറ്റി ടൂർ നടത്താൻ വേണ്ടിയിട്ട് ബസ്സസ് ഉണ്ട് കേട്ടോ. ഈ ക്യൂ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അവിടുത്തെ ബുള്ളിലെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ബുള്ളിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാനുള്ള ലോങ് ക്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 15 മിനിറ്റ് നിന്നിട്ടാണ് ബുള്ളിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോയും കൂടെ എടുത്തു. ഇത് നമ്മളെ കൽഹോന ഹോയ്ക്കകത്ത് ഈ പ്രീതിസിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ നിന്ന് വെയിറ്റ് ചെയ്യുന്നൊരിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര വീഡിയോ ഇന്നത്തെ ഉള്ളൂ. താങ്ക്